ഇന്ന് ഒരു തെരണ്ടിക്കറി ആയാലോ? ആവശ്യമായ സാധനങ്ങൾ: 500 ഗ്രാം തെരണ്ടി, കുടംപുളി 4 തക്കാളി 3, അതിൽ 2 തക്കാളി അരച്ചെടുക്കണം, 1 നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് 2, ചെറിയുള്ളി 6, കറിവേപ്പില ഇഷ്ടം എത്ര വേണമെങ്കിലും ഇടാം. കറിവേപ്പില ഇടുന്നതിനനുസരിച്ച് നമ്മൾ കറിക്ക് ടേസ്റ്റ് കൂടും. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് പിന്നെ പച്ചമുളകും ചെറിയുള്ളി ഒക്കെ ചേർത്ത് നല്ലോണം ഇളക്കി വഴറ്റിയെടുക്കുക. നല്ലോണം വഴന്ന് വരുന്ന ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി, ഞാൻ ആദ്യമേ പറഞ്ഞു 2 തക്കാളി അരയ്ക്കണം, 1 തക്കാളി അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കുക. നല്ലോണം വഴറ്റുക. വഴന്ന് കഴിഞ്ഞ ശേഷം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നല്ലോണം ഇളക്കി പച്ചമണമൊക്കെ പോകുന്ന വരെ നല്ലോണം ഇളക്കി ചൂടാക്കി എടുക്കുക. നല്ലോണം ഇളക്കി ചൂടാക്കി എടുത്ത ശേഷം ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന എടുത്ത് വെച്ചേക്കുന്ന പേസ്റ്റില്ലേ, തക്കാളി പേസ്റ്റും കൂടി ഒഴിച്ച് അതും ആ തക്കാളിയും കൂടെ നല്ലോണം വെന്ത് ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന വരെയും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. ശേഷം കുതിർത്ത് വെച്ചേക്കുന്ന കുടംപുളി, ഒരു 4 കുടംപുളി കുതിർത്ത് വെച്ചേക്കുന്ന കുടംപുളി ആ വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ച് കുറച്ചും കൂടി ആവശ്യമായ മീൻ വേകാൻ ആവശ്യമായ വെള്ളവും ഒഴിച്ച് നല്ലോണം തിളപ്പിക്കുക. നല്ലോണം തിളച്ച് വരുമ്പോൾ നമ്മുടെ മീനൊക്കെ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി, അധികം ഇളക്കണ്ട, ഒന്ന് ഇളക്കി ഉപ്പൊക്കെ ചേർത്ത് അടച്ച് വെച്ച് വെന്ത് കുറുകി വരുമ്പോൾ ഉപയോഗിക്കാം. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക.